ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ 3 ടിപ്സുകളാണ്. കാരണം എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന കിടിലൻ ടിപ്സുകളാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട്ടിൽ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ വരുമല്ലോ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇടികലിനകത്ത് വെച്ചൊന്ന് ഇടിച്ചെടുക്കാം. കാരണം ഇടിച്ചെടുക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് അതിൻ്റെ ആ ചാറും ഒക്കെ മണമൊക്കെ നല്ലോണം കിട്ടും. അപ്പോൾ എലിക്കാണെങ്കിൽ കപ്പ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പം നമുക്ക് ഈ പെറ്റുപെരുകുന്ന എലിയും അതേപോലെ പല്ലിയും പാറ്റയും എല്ലാം ഒന്നിച്ച് തീർത്താനുള്ള 3 ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കപ്പ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പേപ്പറിനകത്തോട്ട് മാറ്റാം. അപ്പോൾ എത്രമാത്രം ചതയുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കപ്പ തന്നെ വേണമെന്നില്ല. അതിൻ്റെ ആ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ നമ്മൾ ചെത്തിക്കളയുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു പീസ് മാത്രം മതി ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ പേപ്പറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ആണെങ്കിൽ പല്ലിയുടെ വയറ്റിലൊക്കെ പോയിക്കോളൂ കേട്ടോ. ചെറിയ പീസാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടുള്ള സാധനമെന്ന് വെച്ചാൽ നമുക്കിത് ഇതേപോലെ ആദ്യം ഇതൊന്ന് പിച്ചി ചെറുതാക്കി എടുക്കാം. ചെറിയ ചെറിയ കൊച്ചു പീസുകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ടിന്ന് വേണം എടുക്കാൻ. അപ്പോൾ അതിനകത്തോട്ട് ഇത് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമുക്ക് ഇതുകൊണ്ട് തട്ടിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഹാർപ്പിക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഹാർപ്പിക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ അത് വിഷമായതുകൊണ്ട് തന്നെ അത് ചത്തുപോകും. കാരണം ഹാർപ്പിക്കൊക്കെ ചെല്ലുമ്പം നല്ലൊരു എഫക്റ്റാണ് അതിന് കാരണം അതുപോലെ തന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പൊടിയോ ബിസ്ക്കറ്റോ കയ്യിൽ ഏതാണുള്ളത് ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. കാരണം കപ്പ തന്നെ ധാരാളം, എന്നാലും ഞാൻ അതുകൊണ്ട് കാരണം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഹാർപ്പിക്കിൻ്റെ ഒരു സ്മെല്ല് മുന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എലി വരുന്ന പൊത്തിനകത്തൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ അകത്ത് പല്ലിശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അകത്ത് എലിശല്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അതേപോലെ കബോർഡിനകത്തൊക്കെ പാറ്റാശല്യമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. കാരണം അതെന്തായാലും വന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി കൂടെ ആകുമ്പോൾ നല്ലൊരു എരിച്ചിലും കൂടെ ആയിരിക്കും കേട്ടോ. വിനാഗിരി ഹാർപ്പിക്കും കൊണ്ട് ചേരുമ്പം അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകും. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പയും അതേപോലെ തേങ്ങയുടെ ഒരു ചെറിയൊരു പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഹാർപ്പിക്കും വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പല്ലിയും പാറ്റയൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ചത്തുപോകും. അതുപോലെ എലിയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അവിടെയാണല്ലോ രാത്രി പതുങ്ങിയിരുന്ന് പല്ലിയാണേലും എലിയാണേലും എല്ലാം വന്ന് കഴിക്കും. അപ്പം അതങ്ങനെ വെച്ചേക്കാം. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതും എലിക്കും പല്ലിക്കും ഒക്കെ പറ്റിയ കിടിലൻ ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കയ്യിൽ ഏത് പൊടിയാണോ ഉള്ളത് അതെടുക്കാം. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയാകുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി അതിനകത്തോട്ട് നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഷാമ്പു ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക ആദ്യം. അപ്പോൾ മുളക് പൊടിയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഷാമ്പു, ഒരു സ്വല്പം മാത്രം മതി. ഷാമ്പു ഒക്കെ നല്ല അതിൻ്റെ വയറിനൊക്കെ കംപ്ലൈൻ്റ് ആകും. ഷാമ്പു മുളക് പൊടി എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ഇനി ഇതിനകത്തോട്ട് ചേർക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഷാമ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിനെയൊക്കെ കൊല്ലാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെറുതെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഡിഷ് വാഷ് അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒരു സ്വല്പം മാത്രം. കാരണം ഇത് എല്ലാം കൂടെ ആകുമ്പോഴത്തേനും എൻ്റെ വയറ് എരിഞ്ഞ് പുകഞ്ഞിട്ട് അത് ഇവിടുന്ന് തന്നെ പൊയ്ക്കോളും, അത് പോയി ചത്തോളും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി ഒന്ന് എടുക്കുക. കാരണം ഇത് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയല്ല, നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്തോ കോട്ടൺ തുണിയിലോ കടലാസിനകത്തോട്ടോ വെച്ച് കൊടുക്കുക. ഇതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ പേപ്പറിനകത്തോട്ടൊക്കെ ആകുമ്പോഴത്തേനും അത് അതേപോലെ തന്നെ അങ്ങ് കഴിച്ചോളും, പേപ്പറോടെ തന്നെ അത് കഴിച്ചോളും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം.
പേപ്പർ കഷ്ണം ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഓരോ പീസ് നമുക്ക് എവിടെയൊക്കെയാണോ എലിശല്യം ഉള്ളത് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചേർന്നിരിക്കുന്ന സാധനങ്ങൾ അറിയാമല്ലോ, മുളക് പൊടിയും ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഷാമ്പൂ, ഒരു സ്വല്പ ഷാമ്പൂ, അതേപോലെ തന്നെ ഡിഷ് വാഷ്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ പോകണം. അതാണ് നമ്മൾ ഇതേപോലെ തന്നെ ഇനി ഒന്ന് കത്രിക വെച്ചൊന്ന് മുറിച്ചെടുക്കാവേ. അപ്പം പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു കർപ്പൂരം, തോനെ ആവരുത്, ഒരു കർപ്പൂരം മതി. കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് മുന്തി നിന്നാൽ അത് കഴിക്കാതെ പോവും. അപ്പോൾ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ആ കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും, ഉറപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പേപ്പറോട് കൂടി തന്നെ അതങ്ങ് കഴിച്ചോളും കേട്ടോ. അപ്പോൾ തുണിയേക്കാളും നല്ലത് ഇതേപോലെ ടിഷ്യൂ പേപ്പറോ അല്ലാതെ സാധാ പേപ്പറോ മതി. അപ്പോഴത്തേന് അത് കഴിച്ചോളും, പേപ്പറോടെ തന്നെ കഴിച്ചോളും എലിയൊക്കെ കേട്ടോ. അപ്പോൾ എലിയുടെ പൊത്തിനകത്തോ അതേപോലെ തന്നെ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടോ എവിടെയൊക്കെയാണോ ശല്യം നമുക്ക് അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു സൊല്യൂഷൻ റെഡിയാക്കുകയാണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി, അതേപോലെ തന്നെ വയനയില ഉണങ്ങിയത്, തുളസിയില ഉണങ്ങിയത്, അതൊക്കെയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കുരുമുളകിൻ്റെ ഇല ഉണങ്ങിയത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക. അപ്പം നല്ല ഒരു എഫക്റ്റുള്ള ഒരു സൊല്യൂഷൻ ഇതിനകത്ത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വയനയിലിട്ട് കൊടുത്തു, കുരുമുളകില ഇട്ട് കൊടുത്തു, തുളസിയില ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ 3 ഇലകളാണ് ഉണങ്ങിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങ പിഴിഞ്ഞതിൻ്റെ തൊലി. അപ്പം അതേപോലെ ഓറഞ്ചിൻ്റെ തൊലിക്ക് ഇതേപോലെ നമ്മൾ തലേ ദിവസമേ വെള്ളം ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് നല്ല ഒരു സൊല്യൂഷൻ, നല്ലൊരു അതിനകത്തുനിന്നൊരു സോഡ, നമ്മൾ സോഡയൊക്കെ മേടിക്കത്തില്ല, അതേപോലെ തന്നെ നമുക്ക് അതിനകത്തുനിന്നൊരു സൊല്യൂഷൻ റെഡിയാക്കി കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നാരങ്ങാത്തൊലി നല്ലോണം പിഴിഞ്ഞിട്ടില്ല, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങാത്തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും അതേപോലെ തന്നെ വയനയില, തുളസിയില, അതേപോലെ തന്നെ കുരുമുളകിൻ്റെ ഇല. അപ്പോൾ ഇത്രയും ആണ് ഞാൻ ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഡെറ്റോളാണ് കേട്ടോ. അപ്പോൾ ഡെറ്റോളും കൂടെ ചേരുമ്പോഴത്തേനും നല്ല ഒരു എഫക്റ്റ് അതിനകത്ത് കിട്ടും. പിന്നെ ഇതിനകത്തൊക്കെ വേണ്ടുള്ളതെന്ന് വെച്ചാൽ പരലുപ്പാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിലോ 1 ടീസ്പൂൺ അളവിലോ ഇട്ട് കൊടുക്കുക, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചെല്ലുമ്പോൾ നല്ലൊരു സാധനം തന്നെ റെഡിയായിട്ട് കിട്ടും കേട്ടോ, നല്ലൊരു സൊല്യൂഷനായിട്ട് കിട്ടും. അപ്പോൾ തലേ ദിവസം ഇതുപോലെ ചെയ്തെടുക്കുക. പിറ്റേ ദിവസം നമുക്ക് കുറച്ച് അരിച്ചെടുക്കുക. ഇതെല്ലാം ഒന്ന് അരിച്ച് കുപ്പിക്കകത്തോട്ടാക്കിയതിന് ശേഷം നമുക്ക് എലി വരുന്ന സ്ഥലത്തും പല്ലി വരുന്ന സ്ഥലത്തും എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുപ്പിയിലാക്കി സാധാ കുപ്പിയിൽ മൂടി ഹോളിട്ടിട്ട് നമുക്ക് മുറ്റത്തെല്ലാം ഇഴജന്തുക്കളൊന്നും വരില്ല കണ്ടോ. അതിൻ്റെ അകത്ത് ആ ഒരു എസൻസ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേനും നല്ലൊരു മണമാണ്, സോഡ കണക്ക് നല്ല പതഞ്ഞ് നിൽക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് കുപ്പിക്കകത്തോട്ടാക്കി എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ഈ 3 ടിപ്സും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് സിങ്കിനകത്തും വാഷ് ബേസിനകത്തും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും. അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പ്രാണികൾ, പക്കികൾ, പല്ലികൾ ഇതൊക്കെ ഇല്ലാതാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കുപ്പിക്കകത്ത് ഞാൻ 2-3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇഴജന്തുക്കളൊക്കെ ഇല്ലാതാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു സോഡ പോലെ നല്ലൊരു എഫക്റ്റായ ഒരു സൊല്യൂഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഒരു സാധനമേ നമുക്ക് ആ കിച്ചണിൽ വരത്തില്ല കേട്ടോ. അതുപോലെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കാം, എലി വരുന്ന പൊത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം, പറമ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇന്ന് കാണിച്ച ഈ 3 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.